നമസ്കാരം. STB വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തൃപ്രയാറിൽ ശീവേലി എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആനകൾ ഇടഞ്ഞോടി. പാപ്പാന്മാർ അവസരോചിതമായി ഇടപെട്ട് 2 ആനകളെയും തളച്ചു. നാട്ടികയിൽ 100 ദിന കർമ്മ പരിപാടിയിൽ പാവപ്പെട്ട കുടുംബങ്ങളുടെ സംരക്ഷണവും പഠന ചെലവും എന്ന പദ്ധതി പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ജാമിയ മഹ്മൂദിയ സ്കൂളിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. വാർത്തകൾ വിശദമായി. തൃപ്രയാറിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന 2 ആനകൾ ഇടഞ്ഞോടി. ഒരു ആന ഹോട്ടലിന്റെ അടുക്കളയും അതിലെ സാധനങ്ങളും തകർത്തു. 1.5 കിലോമീറ്റർ തോടും കാടും ചാടി ഓടിയ ആനയെ പാപ്പാന്മാർ തന്നെ തളച്ചു. ഞായറാഴ്ച പുലർച്ചെ 5:15 ആദ്യത്തെ ആന വരടിയം ജയറാം ഇടഞ്ഞോടിയത്. തൃപ്രയാർ ക്ഷേത്രത്തിന് വടക്കുള്ള ആനക്കൊട്ടിലിൽ നിന്നുമാണ് ആന ഇടഞ്ഞോടിയത്. ഇരുട്ടായതിനാൽ പാപ്പാന്മാരും ആനയെ കണ്ടെത്താനാകാതെ വിഷമിച്ചു. ഓരോ വീടിന്റെയും അതിരുകൾ കടന്ന് ചെമ്മാപ്പിള്ളിയിലെ CK ശിവരാജന്റെ വീടിന്റെ പരിസരത്ത് ചെന്ന് ആന നിന്നു. ആനകൾ കൂടുതൽ ദൂരത്തേക്ക് ഓടിപ്പോകാതിരിക്കാൻ നാട്ടുകാർ ആ പ്രദേശം മുഴുവൻ തീയിട്ടു. നാട്ടുകാരെ കൂടുതൽ കണ്ടതോടെ ആന കൂടുതൽ പരിഭ്രാന്തനായി അടുത്തുള്ള തോട്ടിൽ ഇറങ്ങി നിന്നു. 6:30 പാപ്പാന്മാർ ചേർന്ന് ആനയെ തളച്ച് തിരികെ ആനക്കൊട്ടിലേക്ക് കൊണ്ടുപോയി. രാവിലെ 6:30 തൃപ്രയാർ ക്ഷേത്രത്തിൽ ശീവേലി കഴിഞ്ഞ് ആനപ്പറമ്പിൽ തളയ്ക്കുന്നതിനിടെയാണ് ദേവസ്വം രാമചന്ദ്രൻ ഇടഞ്ഞോടിയത്. തൃപ്രയാർ ക്ഷേത്രത്തിന്റെ ഭാഗത്തു നിന്നും പോളി ജംഗ്ഷൻ വരെയും ആന ഓടി. അവിടെ നിന്നും തെക്കോട്ട് ഓടിയ രാമചന്ദ്രൻ ലയൺസ് ഹാളിന് മുൻവശത്തുള്ള നടുറോഡിൽ നിന്നു. അല്പനേരം റോഡിന് നടുവിൽ നിന്ന ആന സമീപത്തേക്കെത്തിയ തെരുവ് നായയെ ഓടിച്ചു. അതിനുശേഷം അല്പം മുൻപോട്ട് പോയി അടുത്തുള്ള ഇടവഴിയിലൂടെ പടിഞ്ഞാട്ടോടി തൃപ്രയാർ ജയേഷിന്റെ വീട്ടുവളപ്പിൽ എത്തി. പിന്നാലെ എത്തിയ ആനച്ചട്ടക്കാരൻ സന്തോഷ് ആനയ്ക്ക് പുറകിൽ ചെന്ന് മോട്ടോർ ഓൺ ചെയ്ത് വെള്ളം ഒഴിപ്പിച്ച് ആനയെ കുളിപ്പിച്ച് പതിയെ ആനയെ വടം കെട്ടി 7 മണിയോടെ തളച്ചു. ആനയോടിയ വിവരമറിഞ്ഞ് നിരവധി നാട്ടുകാരാണ് ആനയുടെ പിന്നാലെ ഓടിയത്. ഇത് ആനയെ കൂടുതൽ പ്രകോപിതനാക്കി. കുടുംബക്ഷേത്രങ്ങളുടെ ഈറ്റില്ലമായ തീരദേശത്ത് ആനയിടയുന്നത് സ്ഥിരമായതോടെ ഉത്സവപ്രേമികൾ ഭീതിയിൽ. കഴിഞ്ഞ ഒരാഴ്ചയ്ക്കുള്ളിൽ തൃപ്രയാറിലും കയ്പമംഗലത്തുമായി ഇടഞ്ഞത് 4 ആനകളാണ്. ആനകളെ വിശ്രമമില്ലാതെ എഴുന്നള്ളിക്കുന്നതും കടുത്ത ചൂടുള്ള ഈ കാലത്ത് കൃത്യമായി പരിചരിക്കാത്തതും ആനകൾ ഇടഞ്ഞോടുന്നതിന് കാരണമാവുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച വെളുപ്പിന് 7 മണിയോടെയാണ് ദേവസ്വം അച്യുതൻകുട്ടി കുറുമ്പ് കാട്ടിയോടിയത്. തൃപ്രയാർ ക്ഷേത്ര പരിസരത്ത് നിന്ന് വടക്കോട്ട് 2 കിലോമീറ്ററോളം ഓടിയ ആന ആരെയും ഉപദ്രവിക്കാതെ തിരിച്ച് ആനക്കൊട്ടിലേക്ക് തന്നെ തിരിച്ചു കയറി. 2 ദിവസം കഴിഞ്ഞ് കയ്പമംഗലം കാളമുറിയിൽ കോഴിപ്പറമ്പിൽ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കാൻ കൊണ്ടുവന്ന ചിറക്കൽ ഗണേശൻ എന്ന ആനയും ഇടഞ്ഞോടിയിരുന്നു. പുലർച്ചെ 2-നോടിയ ഈ ഓട്ടത്തിലും ആന ആരെയും ഉപദ്രവിച്ചില്ല. കയ്പമംഗലം ഗ്രാമലക്ഷ്മിക്ക് സമീപത്ത് വെച്ച് പാപ്പാന്മാർ തന്നെയാണ് ഗണേശനെയും തളച്ചത്. ഞായറാഴ്ച പുലർച്ചെയാണ് തൃപ്രയാറിനെ ഞെട്ടിച്ചുകൊണ്ട് ക്ഷേത്രത്തിന്റെ ആനപ്പറമ്പിൽ നിന്ന് വരടിയം ജയറാം ഓടിയത്. 1 കിലോമീറ്ററിനപ്പുറം വെച്ച് ആനയെ തളയ്ക്കുമ്പോഴും ആന ആരെയും ഉപദ്രവിച്ചിരുന്നില്ല. പോകുന്ന വഴിയിലുള്ള വേലികളും കമ്പിവേലികളും സ്ലാബ് മതിലുകളും തകർത്താണ് ആന ഇടഞ്ഞോടിയത്. 5:15 ഓടിയ ആനയെ 6:30യോടെയാണ് തളച്ചത്. ഇതേ സമയം തന്നെ തൃപ്രയാർ ക്ഷേത്രത്തിലെ ശീവേലി കഴിഞ്ഞ് തളയ്ക്കുന്നതിന് കൊണ്ടുപോയ ആനയും ഇടഞ്ഞോടി. ഏറെ നേരം കിഴക്കേ ടിപ്പു സുൽത്താൻ റോഡിൽ ഭീകരാവസ്ഥ സൃഷ്ടിച്ച ആന വീടുകൾ കൂടുതലുള്ള പരിസരത്തേക്കാണ് ഓടിയത്. എല്ലായിടത്തും പാപ്പാന്മാരുടെ അവസരോചിത ഇടപെടലാണ് ആനയെ തളയ്ക്കാൻ സഹായിക്കുന്നത്.
നാട്ടിക ഗ്രാമപഞ്ചായത്തിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി പാവപ്പെട്ട കുടുംബങ്ങളുടെ സംരക്ഷണവും പഠന ചെലവും എന്ന പദ്ധതി നാട്ടിക 2-ാം വാർഡിലെ നായരുശ്ശേരി സുനിതയുടെ കുടുംബത്തിന് നൽകിക്കൊണ്ട് സുപ്രസിദ്ധ വാദ്യകലാകാരൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ VR വിജയൻ, MV വിമൽകുമാർ, ലിജി നിതിൻ, മെമ്പർമാരായ C ശങ്കരനാരായണൻ, TK പ്രസാദ്, KP സുഗദാസ്, MK മോഹനൻ, ശ്രീദേവി മാധവൻ എന്നിവരും ഉപദേശക സമിതി അംഗങ്ങളായ VD സന്ദീപ്, PM സിദ്ദിഖ്, PSP നസീർ, KB ഹംസ, NK ചിത്രസിംഗ്, ബിന്ദു പ്രദീപ്, KK ഷീജ, CS മണികണ്ഠൻ, PB മനോജ് എന്നിവരും പങ്കെടുത്തു. പഞ്ചായത്ത് സെക്രട്ടറി PK ബാബു നന്ദി പറഞ്ഞു. തുടർന്ന് തായാട്ടുപറമ്പിൽ രത്നവല്ലി ബൈജു, പുതിയ വീട്ടിൽ താജുദ്ദീൻ എന്നിവരുടെ വീടുകളിലും ധനസഹായം വിതരണം ചെയ്തു. കാരണം അപ്രതീക്ഷിതമായി മുൻധാരണകളൊന്നും ഇല്ലാതെ ഇവിടെ ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഈ നാട്ടിക പഞ്ചായത്തിൻ്റെ ശ്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് എനിക്ക് എത്തിച്ചേരാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷവാനാണ്. പ്രത്യേകിച്ചും കേരളത്തിലെ പാവപ്പെട്ടവരെ സഹായിക്കുക എന്ന കൃത്യമായ ധർമ്മം ഉൾക്കൊണ്ട് നാട്ടിക പഞ്ചായത്ത് ചെയ്യുന്ന സേവനങ്ങളെ തീർച്ചയായും മാനിക്കണം. ആ വിഷയത്തിൽ ഇന്ന് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചത് വളരെയധികം സന്തോഷമുണ്ട്. ഈ നല്ല മുഹൂർത്തത്തിൽ എന്നെ ഇവിടെ എത്തിച്ച പഞ്ചായത്ത് അധികൃതർക്കും ഇതിൻ്റെ പിന്നിൽ ശ്രമിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് കേരള നദ്വത്തുൽ മുജാഹിദിന്റെ CIERന്റെ ആഭിമുഖ്യത്തിൽ മദ്രസ വിജ്ഞാനോത്സവം കയ്പമംഗലം ഹിറ ഇംഗ്ലീഷ് സ്കൂളിൽ നടത്തി. പ്രൊഫസർ KM അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. ആ സംസ്കാരത്തിന്റെ കൈമാറ്റം നടക്കുന്നത് ഈ എഴുത്തിലൂടെയാണ്. ഇതൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? ഇതൊക്കെ അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ്. അതൊക്കെ നമ്മൾ ദുരുപയോഗം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോഴും. ആ ദുരുപയോഗം എന്താണെന്ന് കൃത്യമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം. ഭാഷ ഭംഗിയായിട്ട് ഉപയോഗിക്കുക, നല്ല കാര്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ എപ്പോഴത്തെയും ലക്ഷ്യമായിരിക്കേണ്ടത്. അതുപോലെ നമ്മുടെ പ്രസംഗം വിടുവായി പറയാനല്ല, ചീത്തയായ വാക്കുകൾ പറയാനല്ല, സംസ്കാരമുള്ള വാക്കുകൾ പറഞ്ഞ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്ന വാക്കുകൾ പറയുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമായിട്ട് ലക്ഷ്യമായിരിക്കേണ്ടത്. ഇതൊക്കെ തന്നെയാണ് ഖുർആൻ സാധിച്ചത്. ഖുർആൻ കഥകൾ പറഞ്ഞു ഇഷ്ടം പോലെ. എല്ലാവരും പറയും മുസ്ലിങ്ങൾക്ക് കഥകളില്ല, കവിതയില്ല, സാഹിത്യമില്ല, ഒന്നുമില്ല. ഖുർആനൊക്കെ എടുത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഖുർആനിൽ പല ഭാഗങ്ങളിലായിട്ട് അള്ളാഹു ഉപമകൾ ഉപയോഗിച്ചിരിക്കുന്നു. പല ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി അള്ളാഹു കഥകൾ ഉപയോഗിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ്? ഇതൊക്കെ അത് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മളെ ബോധ്യപ്പെടുത്തലോ അങ്ങനെയായിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. EA അബ്ദുള്ള അധ്യക്ഷനായി. PK മജീദ് മാസ്റ്റർ, അബ്ദുറഫ് മൗലവി, PK അബ്ദുൾ ജബ്ബാർ മണപ്പാട്ട്, PM ജമാൽ ഹാജി, M അബ്ദുൾ ജബ്ബാർ, സുനീർ മൗലവി എന്നിവർ സംസാരിച്ചു. ഇനിയൊരു ഇടവേള.